നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 1.5 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്റ്റേജ് ഷോ കഴിഞ്ഞ് മടങ്ങി വരുന്നതിനിടെയാണ് കാർ അപകടത്തിൽ കൊല്ലം സുധി നമ്മയൊക്കെ വിട്ടു പിരിഞ്ഞു പോയത്. സുധിയുടെ മരണശേഷമാണ് ഭാര്യ രേണു മോഡലിംഗിലേക്കും ഫോട്ടോഷൂട്ടുകളിലേക്കും ഒക്കെ കടന്നു വന്നത്. പക്ഷെ ഇതേ തുടർന്ന് വലിയൊരു സൈബർ ആക്രമണമാണ് ഇപ്പോൾ രേണുവിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സ്വപ്ന സുരേഷ് അതിരൂക്ഷമായി വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു. നമുക്കറിയാം, കോൺസുലേറ്റിന്റെ ഡിപ്ലോമാറ്റിക് കാർഗോയുടെ മറവിൽ തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിലൂടെ 15 കോടി വില വരുന്ന 30 കിലോ സ്വർണം കടത്താനുള്ള ശ്രമം പരാജയപ്പെട്ടതോടെയാണ് ഈ സ്വപ്ന സുരേഷ് എന്ന പേര് കേരളം ആകെ ശ്രദ്ധയാകർഷിച്ചു തുടങ്ങിയത്. നയതന്ത്ര അധികാരം മറയാക്കിയുള്ള സ്വർണ്ണക്കടത്ത് കേസ് എന്നതിനപ്പുറം രാഷ്ട്രീയ വിവാദത്തിനും ഇത് തിരികൊളുത്തുകയായിരുന്നു. ഇപ്പോൾ സ്വന്തമായി യൂട്യൂബ് ചാനലും മറ്റും തുടങ്ങിയ സ്വപ്ന ചില വീഡിയോകളൊക്കെ ഇടാറുണ്ട്, പ്രതികരിക്കാറുമുണ്ട്. ഇതിനിടയിലാണ് സ്വപ്ന സുരേഷ് കൊല്ലം സുധിയുടെ ഭാര്യ രേണുവിനെ വിമർശിച്ച് രംഗത്ത് വന്നത്. അപ്പൊ എന്തൊക്കെയാണ് അതിന്റെ വിശദാംശങ്ങൾ? കഴിഞ്ഞ ദിവസം രേണുവിനെ നമുക്കറിയാം. രേണു സുധി ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഒരു താരമാണ്. ഒരുപാട് വിമർശനങ്ങളും അതുപോലെ തന്നെ കയ്യടികളും ഒക്കെ വാങ്ങുന്ന ഒരു താരമാണ്. പ്രത്യേകിച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടത്തുന്നുണ്ട്. അപ്പൊ വിഷുവുമായി ബന്ധപ്പെട്ടും ഒരു ഫോട്ടോഷൂട്ട് നടത്തി. അപ്പൊ ഇതാണ് സ്വപ്ന സുരേഷിനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. ആ ഒരു വിഷുവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഫോട്ടോഷൂട്ടിൽ ധരിച്ചിരുന്ന വസ്ത്രം, അതിനെയൊക്കെയാണ് വിമർശിച്ച് ഈ സ്വപ്ന സുരേഷ് രംഗത്ത് വന്നിരിക്കുന്നത്. സാമൂഹിക മാധ്യമത്തിലൂടെയായിരുന്നു വിമർശനം. അതായത് ഒരു സ്കേർട്ടും ഗോൾഡൻ ബ്രൊക്കേഡിലുള്ള ഒരു ബ്ലൗസും അണിഞ്ഞ് ഗ്ലാമറസ് ആയാണ് രേണു ആ ഒരു ഫോട്ടോഷൂട്ടിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അപ്പോ വിഷു എന്ന് പറയുമ്പോൾ അറിയാം, ഒരു പീച്ച് നിറത്തിലുള്ള സ്കേർട്ടും ഗോൾഡൻ ബ്രൊക്കേഡിലുള്ള ബ്ലൗസും അണിഞ്ഞ് ഗ്ലാമറസ് ആയാണ് രേണു ആ ഫോട്ടോഷൂട്ടിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. ഒരു സെലിബ്രിറ്റി ഫോട്ടോഗ്രാഫറാണ് ഈ ചിത്രങ്ങളൊക്കെ പകർത്തിയത്. ശക്തിയായ സ്ത്രീയുടെ അടയാളം ആറ്റിറ്റ്യൂഡ് അല്ല, നിലപാടാണെന്ന് പറഞ്ഞാണ് ഈ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ രേണു പങ്കുവച്ചത്. പിന്നെ ഫോട്ടോ പ്രത്യക്ഷപ്പെട്ടതോടെ രേണുവിനെ വിമർശിക്കുന്നവരുടെയും പരിഹസിക്കുന്നവരുടെയും ഒക്കെ കമന്റുകൾ ചിത്രങ്ങൾക്ക് താഴെ പ്രത്യക്ഷപ്പെട്ടു. ഇത്രയേറെ ഗ്ലാമറസ് ആയി ഫോട്ടോയിൽ പ്രത്യക്ഷപ്പെടുന്നത് വിധവയും 2 കുഞ്ഞുങ്ങളുടെ അമ്മയുമായ സ്ത്രീക്ക് ചേർന്നതല്ല എന്ന തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ശക്തമാകുന്നു. അപ്പൊ ഇതിനിടയിലാണ് സ്വപ്ന സുരേഷിന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റും കൂടി വരുന്നത്. അതായത് വിധവയായ ഒരേ ഒരു സ്ത്രീ രേണു മാത്രമല്ലെന്നും ദയവായി സംസ്കാരത്തെ ബഹുമാനിക്കൂ എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളാണ് സ്വപ്ന സുരേഷ് മുന്നോട്ട് വയ്ക്കുന്നത്. സ്വപ്ന ഇംഗ്ലീഷിൽ പങ്കുവച്ച ആ ഫേസ്ബുക്ക് കുറിപ്പിന്റെ മലയാള തർജ്ജമ ഇപ്രകാരമാണ്: 2025 പുതിയ വിഷു ഇതാണോ? ദയവായി ഞങ്ങളുടെ സംസ്കാരത്തെ ബഹുമാനിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആൺകുട്ടികൾ വരെ പറയുന്നുണ്ട് എന്റെ പൊക്കിള് കാണിച്ചാൽ അമ്മ എന്നെ കൊല്ലുമെന്ന്. കഷ്ടം. ദയവായി നിങ്ങളുടെ ഈ ഒരു സ്റ്റുപ്പിഡിറ്റി വിൽക്കുന്നത് നിർത്തൂ. വിധവയോ വിവാഹമോചിതയോ ആയ ഒരേ ഒരു സ്ത്രീ നിങ്ങൾ മാത്രമല്ല. നിങ്ങളുടെ മണ്ടത്തരം വിൽക്കരുത്. ഭഗവാൻ കൃഷ്ണനെ വിചിത്രമായ ചില സൃഷ്ടികൾ കൊണ്ട് മാറ്റി സ്ഥാപിക്കാൻ കഴിയില്ല എന്നതടക്കമുള്ള ഒരു വിമർശനമാണ് സ്വപ്ന സുരേഷ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഈ സ്വപ്നയുടെ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടതോടെ രേണുവിനെ വിമർശിച്ചും സ്വപ്നയെ അനുകൂലിച്ചും ഒക്കെ കമന്റുകളൊക്കെ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങുന്നുണ്ടല്ലോ. അപ്പൊ അതെന്തൊക്കെയാണ്? അതായത് ഈ രേണു ശരിക്കും നമ്മുടെ സമൂഹത്തിന് ഒരു കാഴ്ചപ്പാടുകളുണ്ട്. ആ കാഴ്ചപ്പാടുകൾക്ക് വിരുദ്ധമായിട്ട് എന്തെങ്കിലും വന്നാൽ അവരത് വളരെ വലിയ രീതിയിൽ ആൾക്കാർ വിമർശിക്കും. അങ്ങനെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്ന ഒരുപാട് പേരുണ്ട്, സെലിബ്രിറ്റി അടക്കമുള്ളവരുണ്ട്. അതില് ഒരാളായിട്ട് രേണു ഇപ്പൊ മാറിയിരിക്കുകയാണ്. അതായത് രേണു ഇവിടെ ആക്രമിക്കപ്പെടുന്നത് രേണു ഭർത്താവ് മരിച്ച ഒരു സ്ത്രീയാണ്. അപ്പൊ അവര് ഇങ്ങനെ നടക്കരുത്, ഇങ്ങനെ പോകരുത്, ഇങ്ങനെ ചാടരുത്, ഇങ്ങനെ മറിയരുത്, ഈ രീതിക്കുള്ള ഒരു വിമർശനമാണ് രേണു ഇപ്പൊ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ സ്വപ്ന സുരേഷ് പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റിന്റെ കീഴിൽ രണ്ടുപേരെ അനുകൂലിച്ചു. സ്വപ്നെ അനുകൂലിച്ചും പ്രതികൂലിച്ചും, രേണുവിനെ അനുകൂലിച്ചും രേണുവിനെ പ്രതികൂലിച്ചും ഒരുപാട് കമന്റുകൾ നിറയുന്നുണ്ട്. അപ്പൊ സ്വപ്ന പറഞ്ഞതിനോട് 100% യോജിക്കുന്നവരുണ്ട്, ചിലർ രേണുവിനെ അനുകൂലിക്കുന്നവരുമുണ്ട്. ഈ ഫോട്ടോ ഒരു ആധുനിക കലാരൂപമാണ്. ഭഗവാൻ കൃഷ്ണന്റെ പകരക്കാനോ വിഷുവിനെ അപമാനിക്കുന്നതോ അല്ല. ഫാഷൻ വികസിക്കുന്നു, ഒപ്പം പാരമ്പര്യങ്ങളും അങ്ങനെ തന്നെ എന്ന് പറയുന്നവരുണ്ട്. പരമ്പരാഗത കേരള സാരികൾ ധരിക്കുമ്പോഴും നൃത്തരൂപങ്ങൾക്കായി വസ്ത്രം ധരിക്കുമ്പോഴും സ്ത്രീകളുടെ ഈ ഒരു പൊക്കിൾ കൊടി കാണാറുണ്ട്. അതിനാൽ പൊക്കിൾ പ്രദർശിപ്പിക്കുന്നത് ഒരു പാശ്ചാത്യ കണ്ടുപിടുത്തമാണെന്ന് നടിക്കരുത് എന്ന് രേണുവിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നവരുമുണ്ട്. ശരിക്കും ആ ഒരു നേവൽ കാണിച്ചുകൊണ്ട് ഈ വിഷുവിന് ഒരു ഫോട്ടോഷൂട്ട് നടത്തിയതായിരിക്കണം ചിലരെയൊക്കെ ചൊടിപ്പിച്ചിരിക്കുന്നത്. പിന്നെ ഈ രേണു തനിക്കെതിരെ ഉണ്ടാകുന്ന സൈബർ ആക്രമണങ്ങൾക്കൊക്കെ ശക്തമായിട്ട് മറുപടി നൽകുന്ന ഒരാളാണ്. അപ്പോ ഇത്തരത്തില് താൻ ഈ ഒരു രംഗത്ത് സജീവമായപ്പോൾ വന്ന വിമർശനങ്ങൾക്കൊക്കെ ഒരിക്കൽ രേണു മറുപടി നൽകിയത്: നിങ്ങൾ എനിക്ക് ചെലവിന് തന്നാൽ ഞാൻ ഈ പരിപാടി നടത്താം, അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് ചെലവിന് തരണം. ജീവിക്കാൻ വേണ്ടിയിട്ടാണ് താൻ മോഡലിംഗിലും അതുപോലെ തന്നെ മറ്റ് ഇത്തരത്തിലുള്ള ഈ ഫോട്ടോഷൂട്ട് ആ രീതിയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എനിക്ക് ചെലവിന് തന്നാൽ അതിന് നിങ്ങൾ എന്നെ വിമർശിക്കുന്നത്, നിങ്ങൾ വിമർശിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എനിക്ക് ചെലവിന് തന്നാൽ ഞാൻ ഈ പരിപാടി നടത്താം എന്ന രീതിയിൽ ശക്തമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. അപ്പൊ ചിലര് കമന്റിലൂടെ പറയുന്നത് ഞങ്ങളൊന്നും പറയാൻ വരുന്നില്ല, ഞങ്ങൾ എന്തെങ്കിലും പറയാൻ വന്നാൽ ഞങ്ങൾ ചെലവിന് കൊടുക്കേണ്ടി വരും, ഈ രീതിയിൽ വിമർശിക്കുന്നവരുമുണ്ട്. അപ്പൊ സ്വപ്ന സുരേഷിനെ വിമർശിക്കുന്നത്
ഈ നയതന്ത്ര ബാഗ് വഴി സ്വർണ്ണക്കടത്ത് കടത്തിയ ആളാണോ ഈ ഒരു രേണുവിനെ വിമർശിച്ച് രംഗത്ത് വരുന്നത്, അല്ലെങ്കിൽ രേണുവിനെ വിമർശിക്കാൻ സ്വപ്ന സുരേഷിന് എന്ത് യോഗ്യതയാണ് ഉള്ളത് എന്ന് ചോദിക്കുന്നവരുമുണ്ട്. പിന്നെ എന്താ ഈ നയതന്ത്ര ബാഗ് വഴി സ്വർണം കടത്തുന്നതാണോ ചേച്ചി സംസ്കാരം എന്ന് സ്വപ്നയോട് ചോദിക്കുന്നവരുമുണ്ട്. അപ്പോ സമ്മിശ്ര പ്രതികരണമാണ് സ്വപ്നയുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്നാലെ വരുന്നത്. ഇരുകൂട്ടരെ അനുകൂലിച്ചും ഇരുകൂട്ടരെ പ്രതികൂലിച്ചും വരുന്നവരുണ്ട്. എന്തായാലും ഈ ഒരു സംഭവം സോഷ്യൽ മീഡിയയിൽ ഇത്തിരി ചർച്ചയായി മാറിയിരിക്കുകയാണ്. ഇതിനു മുൻപ് റൊമാൻറ്റിക് റീലിൽ വന്നതായിരുന്നു പ്രശ്നമായത്. അത് ദാസേട്ടൻ കോഴിക്കോടിനൊപ്പം ഇഴുകിച്ചേർന്ന് അഭിനയിച്ചു എന്ന പേരിലായിരുന്നു സോഷ്യൽ മീഡിയയിൽ കടുത്ത വിമർശനമൊക്കെ രേണുവിന് ഏറ്റുവാങ്ങേണ്ടി വന്നത്. രേണുവിന്റെ സ്ഥാനത്ത് മറ്റു പല യുവതികളുമാണ് എന്നുണ്ടെങ്കിൽ, മറ്റേതെങ്കിലും ആർട്ടിസ്റ്റ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പരിധിവരെ സോഷ്യൽ മീഡിയയിൽ അത്ര വലിയ പ്രശ്നമൊന്നും ചില ചേട്ടന്മാർക്ക് ഉണ്ടാവില്ലായിരുന്നു. കാരണം ഇവര് സുധിയുടെ ഭാര്യയാണ്, സുധി മരിച്ചു, 2 മക്കളുണ്ട്. അപ്പൊ 2 മക്കളുടെ അമ്മയായതുകൊണ്ട് ഒരിക്കലും രേണു ഈ ഫീൽഡിലേക്ക് വരരുത്, രേണുവിന് അഭിനയം അറിയില്ല, രേണുവിന്റെ ബോഡി സ്ട്രക്ചർ ഇതിന് ചേർന്നതല്ല, ബോഡി ഷെയ്മിങ് വരെ, അതെ അങ്ങനെ ചേർന്നതല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പലരും കമന്റ് ഇടുന്നത്. നമുക്ക് ആരും ഒരു കാലത്തിലും വിമർശിക്കാൻ നമ്മൾ ആരും അർഹരല്ല. ഓരോരുത്തരും ദൈവം സൃഷ്ടിച്ചു വിട്ട അതേ രൂപത്തിൽ തന്നെയാണ് അവർ ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നത്. അതൊക്കെ അഭിനയിക്കണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫീൽഡിൽ പോകണോ എന്നുള്ളത് അവനവന്റെ ഇഷ്ടമാണ്. അവരാരും ഈ അല്ലെങ്കിൽ വിമർശിക്കുന്നവരുടെ നേരിട്ട് വീട്ടിൽ വന്നോ അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ മീഡിയ പേജിൽ കയറി അവർ വിമർശിക്കാൻ വരുന്നില്ല. പിന്നെ എന്തിനാണ് ഈ ബാക്കിയുള്ളവരൊക്കെ ഈ രേണു സുധിയുടെ ഇത്തരം വീഡിയോകൾക്കും ഫോട്ടോകൾക്കും താഴെ പോയി ഇത്തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ചെയ്യുന്നത്? അതൊക്കെ വലിയൊരു ശരിക്കും പറഞ്ഞാൽ അവര് അറിഞ്ഞൊരു കേസ് കൊടുക്കാൻ തയ്യാറായാൽ ഈ കമന്റ് ഇടുന്ന പലരും തീർച്ചയായിട്ടും അറസ്റ്റിലാവും. കാരണം പലരും ഇത്തരത്തിൽ ബോഡി ഷേമിങ്ങിന്റെ പേരിലൊക്കെ കൊണ്ട് സൈബർ കേസ് കൊടുത്തിട്ടുണ്ട്, പലരും പിടിയിലായിട്ടുണ്ട്. അപ്പോൾ അവർ അത്തരത്തിലൊന്നും ചെയ്യാൻ ഇതുവരെ മുതിർന്നിട്ടില്ല. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇത്തരത്തിൽ അവർക്ക് വിമർശനങ്ങളൊക്കെ ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. മാത്രമല്ല ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ കമന്റ് ഇടുന്നവർക്ക് പ്രൊഫൈൽ പിക്ക് പോലെ സ്വന്തമായിട്ടും ഇമേജ് പോലും ഇല്ലാത്ത ആൾക്കാരാണ് വന്നിട്ട്, അതായത് ഇരുട്ടിന്റെ മറവിലിരുന്ന് മറ്റുള്ളവരെ തെറി പറയുക, മറ്റുള്ളവരെ കുത്തി പറയുക, ഒരു മടിയില്ലാതെ വന്ന് മുഖം മറച്ച് സംസാരിക്കുന്ന കുറെ പേരാണ് ഇത്തരത്തിൽ മോശം കമന്റ് കേട്ടിട്ട് പോകുന്നത്. മാത്രമല്ല രേണു തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. അതായത് സതിയൊക്കെ നിർത്തലാക്കിയിട്ട് ഒരുപാട് കാലമായില്ല. അപ്പൊ ഒരു വിധവ അല്ലെങ്കിൽ ഒരു ഭർത്താവ് മരിച്ചു എന്ന് പറഞ്ഞ ആ സ്ത്രീക്ക് മറ്റൊന്നും ആയിക്കൂടാ, അല്ലെങ്കിൽ അവൾ ഒതുങ്ങിക്കൂടി ചുരുണ്ടുകൂടി വീട്ടിലിരിക്കണം, കരഞ്ഞു കരഞ്ഞ് അവളുടെ ജീവിതം തീർക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു മനുഷ്യരുടെ ഒരു അവസ്ഥ, അതിനെതിരെയൊക്കെ രേണു നേരത്തെ ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട്. രേണു പറയുന്നുണ്ട് അഭിനയം തന്റെ ജോലിയാണ്, ഇത് അഭിനയിക്കണമെന്ന് മനസ്സിലാക്കാതെ, ഇത് അല്ലെങ്കിൽ അഭിനയിക്കുന്നതാണെന്ന് മനസ്സിലാക്കാതെയാണ് പലരും പ്രതികരിക്കുന്നത്. അത്തരം വിമർശനങ്ങൾക്ക് രേണു എല്ലാ ദിവസവും മറുപടി നൽകിയ ഒരു ടൈം വരെ ഉണ്ടായിരുന്നു. അപ്പൊ തനിക്ക് ഈ കുടുംബത്തിന്റെ പിന്തുണയുണ്ട്, അതായത് സുധിയുടെ 2 മക്കളും താൻ പിന്തുണയ്ക്കുന്നുണ്ട്, പിന്നെ താൻ ആരെ ഭയപ്പെടണമെന്നാണ് രേണു ചോദിക്കുന്നത്. തീർച്ചയാണ് കൊല്ലം സുധിയുടെ മൂത്ത മകൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മകന് പോലും ഇത്തരത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല. അപ്പൊ സ്വന്തം വീട്ടിൽ പ്രശ്നങ്ങളില്ല, പിന്നെ മറ്റു പലർക്കും എന്തിനാണ് സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിൽ എരിച്ചിലുണ്ടാകുന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. മറ്റു പലരുടെ പോസ്റ്റിന് താഴെ പോയി ഇത്തരത്തിൽ അവർ കമന്റ് ഇടുമെന്ന് തോന്നുന്നില്ല. കാരണം തീർച്ചയായിട്ടും ഹണി റോസിന്റെ കേസിലായിരുന്നാൽ പോലും ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾ ഉണ്ടായപ്പോൾ അവർ കേസ് കൊടുത്തു, പല അറസ്റ്റുകളും ഉണ്ടായതാണ്. അപ്പോൾ അത്തരത്തിലൊരു നീക്കം രേണു സുധി നടത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ കമന്റ് ഇടുന്നതിൽ പകുതി പേരെയും അറസ്റ്റ് ചെയ്യേണ്ടി വരും. കാരണം അത്തരത്തിലൊരു ഇട നൽകാതിരിക്കുക. അവരും നമ്മളിൽ ഒരാൾ മാത്രമാണ്, അവരും ജീവിക്കാനായാണ് ഇറങ്ങി പുറപ്പെട്ടത്. അവരെ എങ്ങനെയെങ്കിലും അവരുടെ കുഞ്ഞുങ്ങളെ പോറ്റാനായി അവരെ മാന്യമായ ജോലിയാണ് അവർ എടുക്കുന്നത്. അത് അവർ ചെയ്യട്ടെ. എന്തിനാണ് അവരുടെ രൂപത്തിന്റെ പേരിലും അല്ലെങ്കിൽ അഭിനയിക്കാൻ അറിയില്ല അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു വസ്ത്രധാരണം നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ അധിക്ഷേപിക്കുന്നതെങ്കിൽ ഇതിനപ്പുറമുള്ള വസ്ത്രധാരണം നടത്തുന്ന നടിമാരുണ്ട്. അവരെയൊക്കെ ധൈര്യമുണ്ടെങ്കിൽ പോയി വിമർശിക്കൂ. എന്തിനാണ് ഇത്തരത്തിൽ ഒരു യുവതി മുന്നിട്ട് തന്റെ മക്കളെ വളർത്താനായി മാന്യമായിട്ടൊരു ജോലി ചെയ്യുമ്പോൾ അവരെ വന്ന് ഇത്തരത്തിൽ എന്തിനാണ് വിമർശിക്കേണ്ടത്? ഈ പറഞ്ഞ സ്വപ്ന സുരേഷിന് പോലും അവരെ വിമർശിക്കേണ്ട ഒരു അർഹതയുമില്ല. അവരെന്താണ് ചെയ്തത്, ഇവരെന്താണ് ചെയ്യുന്നത്, ആദ്യം അത് തിരിച്ചറിയേണ്ട ഒരു സമയമാണിത്. പലരും ഇതിനെതിരെ കമന്റുകളൊക്കെ ഇടുന്നുണ്ട്. സ്വർണം കടത്താനുള്ള കപ്പാസിറ്റി ആ പാവത്തിനില്ല, ഡാൻസും പാട്ടുമായി ജീവിച്ചു പോകട്ടെ എന്നാണ് ചിലരൊക്കെ കമന്റ് ചെയ്യുന്നത്. പക്ഷേ സ്വപ്ന സുരേഷ് വിമർശിച്ചിരിക്കുന്നത് ഈ ഒരു അവരുടെ ഒരു വിശ്വാസം, ഹിന്ദുക്കളുടെ ഒരു വിശ്വാസം ഉണ്ടല്ലോ, ആ വിഷു എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ ഒരു ആഘോഷമാണ്. അപ്പൊ ഈ ഒരു ആഘോഷ ടൈമില് ഇത്തരത്തില് ഈ ഒരു ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു ഫോട്ടോഷൂട്ട് അത് രണ്ടും കൂടി കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന രീതിയിലാണ് സ്വപ്ന. അല്ല, അതിൽ എന്താണ് ഇത്ര മോശമായിട്ടുള്ളത്? നോക്കുന്നവന്റെ കണ്ണിലല്ലേ ആ ഒരു പ്രശ്നം വരുന്നത്? അവര് മാന്യമായിട്ട് വസ്ത്രം ധരിച്ചു തന്നെയാണ് നിൽക്കുന്നത്, അല്ലാതെ കാണിക്കാൻ പാടില്ലാത്തതൊക്കെ കാണിച്ചുകൊണ്ടല്ല അവർ നിൽക്കുന്നത്. അവർ മാന്യമായിട്ട് തന്നെയാണ് വസ്ത്രം ധരിച്ചിരിക്കുന്നത്. അപ്പൊ കാണുന്നവന്റെ കണ്ണിലൂടെയാണ് ആ ഒരു പ്രശ്നമൊക്കെ വരുന്നത്. തീർച്ചയായിട്ടും അവര് മറ്റ് രീതിയിൽ വൾഗറായിട്ടോ ഒന്നും അവരതിൽ കാണിച്ചതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. സോറി, എന്റെ പേഴ്സണലി ഉള്ളതാണ് ഞാൻ പറഞ്ഞത്.
കാണുന്നവന്റെ കണ്ണിലൂടെയുള്ള കാഴ്ചപ്പാടാണ് പുറത്ത് കമന്റുകളായിട്ട് വരുന്നത്. അത് പലരും നെഗറ്റീവായിട്ട് കമന്റ് ഇടുന്നുണ്ട്. തീർച്ചയായിട്ടും അതിനകത്ത് അവര് വേറെ ഒന്നും ഉദ്ദേശിച്ചു കാണില്ല. അവര് ഒരു ഫോട്ടോഷൂട്ട് എടുക്കുന്നു, അത്രേ അവർ ഉദ്ദേശിച്ചുള്ളൂ. ഇതിനപ്പുറമുള്ള ഫോട്ടോഷൂട്ടുകൾ എടുത്ത് എത്ര പേരുണ്ടായിരുന്നു? അതൊക്കെ എന്തുകൊണ്ട് വിമർശിക്കപ്പെടുന്നില്ല? പിന്നെ രേണു സുധി എന്ന് പറയുന്ന ഒരു ആള് വരുമ്പോൾ മാത്രം എന്താണ് ഇവിടെ ഇത്രയ്ക്ക് പ്രശ്നം വരുന്നത് എന്ന് മാത്രമാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. അതെന്താ വിധവയ്ക്ക് ഇതൊന്നും പാടില്ലേ? മാത്രമല്ല അവർക്ക് മന്ത്രിമാരെയും ഒന്നും പരിചയമില്ല, പിന്നെ സ്വർണ്ണക്കടത്തും പാവം ജീവിച്ചു പൊക്കോട്ടെ എന്നാണ് മറ്റൊരു കമന്റ് വരുന്നത്. പിന്നെ വേറൊരാൾ കമന്റ് ചെയ്യുന്നത് സ്വയം നന്നായിട്ട് പോരെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത്. സ്വയം ഒരാളെ സഹായിച്ചില്ലെങ്കിലും കുറ്റപ്പെടുത്താൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അത് നമ്മുടെ മലയാളികളെ സംബന്ധിച്ച് അങ്ങനെയാണ്. കുറ്റപ്പെടുത്താൻ ഒരുപാട് പേര് കാണും, സഹായിക്കാൻ ആരും കാണില്ല. പിന്നെ മറ്റൊന്ന്, നമ്മൾ മലയാളികൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ ആശയങ്ങളെയല്ല, സത്യത്തെയല്ല, അസൂയയും വൈരാഗ്യ ബുദ്ധിയും കൊണ്ട് മരവിച്ചു പോയ ഒരു സമൂഹമായി മാറിയെന്നാണ്. തീർച്ചയായിട്ടും ഒരാളെ ആക്രമിക്കാൻ കിട്ടിയാൽ വളഞ്ഞിട്ട് ആക്രമിക്കാൻ നമുക്കൊക്കെ ഭയങ്കര ഒരു പ്രത്യേക കഴിവാണ്. അതെ, മറ്റാരും അറ്റാക്ക് ചെയ്യാനില്ല എന്ന് കാണുന്ന ഒരു ഏരിയയിൽ തന്നെയായിരിക്കും കൂടുതൽ ആക്രമണം ഉണ്ടാകുക. കാരണം അവർക്ക് പ്രതികരിക്കാൻ കഴിയില്ല എന്ന് കരുതിക്കൊണ്ട് ആക്രമിക്കുന്ന ഒരു കൂട്ടം ആളുകളൊക്കെ ഉണ്ട്. സൈബർ അറ്റാക്കിന്റെ ഇരകൾ നേരത്തെയും ഉണ്ടായതാണ്. പിന്നെ രേണുവിനെ പോലെ ഒരു പൊട്ടിപ്പൊണ്ണാണെന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്താവുന്നതാണ്. പക്ഷെ സ്വപ്നയൊക്കെ ഹൈടെക് കള്ളികളാണ്. അവർ ഇതുപോലുള്ള നിസ്സാര കാര്യങ്ങളിൽ അഭിപ്രായം പറയേണ്ടതില്ല. അവരെ പോലുള്ളവർക്ക് ദാവൂദ് ഇബ്രാഹിം ലെവലിലുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടെത്താനായിരിക്കും നല്ലത് എന്നൊക്കെയാണ് കമന്റ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഈ സമ്മിശ്ര പ്രതികരണം തന്നെയാണ് വരുന്നത്. രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്, സ്വപ്ന സുരേഷിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്, രണ്ടുപേരും വിമർശിക്കുന്നവരുണ്ട് ഈ ഒരു ഫോട്ടോയുമായി ബന്ധപ്പെട്ടിട്ട്. അതെ, തീർച്ചയായിട്ടും. രേണു അവർ ഇഷ്ടമുള്ളതുപോലെ ജീവിക്കട്ടെ. എല്ലാവരെയും പോലെ പൊതു കൗശലത്തിന്റെ കുറവുണ്ട്, അത് ശരിയായി വരുമെന്ന് പ്രതീക്ഷിക്കാം. എനിക്ക് തോന്നുന്നത് അവർ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് കൊണ്ട് സംസ്കാരങ്ങൾക്ക് ഭീഷണിയൊന്നും വരില്ല. ഓരോ മനുഷ്യനും ഒന്നാം വരവ്, രണ്ടാം വരവ്, മൂന്നാം വരവുണ്ട്. ചില വരവ് അമ്പരപ്പിക്കുന്ന വരവായിരിക്കും. വിവാദങ്ങൾ വരും പോകും. ഒരു നല്ല ജീവിതം ആശംസിക്കുന്നു എന്നാണ് ഒരാൾ കമന്റ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് തന്നെ. ചിലപ്പോ അവര് വരും, പുതിയ വിവാദങ്ങൾ ഉണ്ടാക്കും, അവര് പോകും. അതില് അസൂയപ്പെടാനോ അല്ലെങ്കിൽ കമന്റ് ചെയ്യാനോ ഒന്നും നമ്മൾ ആരും ബാധ്യസ്ഥരല്ല. പക്ഷെ സ്വപ്നയുടെ ഒരു അസൂയ പോസ്റ്റ് ആണെന്ന് തോന്നുന്നില്ല. അതെന്തോ ഒരു ചൊടിക്കൽ അല്ലെങ്കിൽ ഒരു കോപം വന്നിട്ടുള്ള ഒരു ദേഷ്യത്തിലുള്ള ഒരു പോസ്റ്റ് ആണ് സ്വപ്ന സുരേഷ് പങ്കുവച്ചിരിക്കുന്നത്. വിധവയായതുകൊണ്ട് വീട്ടിനകത്ത് അടച്ചിരിക്കണം എന്നില്ലല്ലോ. ഇത് ആദ്യമായിട്ടൊരു വിധവയല്ല എന്നാണ് സ്വപ്ന സുരേഷ് പറയുന്നത്. വിധവകൾ വീട്ടിൽ അടച്ചിരിക്കണം എന്ന നിയമവുമില്ല. വിധവകൾ ഇങ്ങനെ ഡ്രസ് ചെയ്യാൻ പാടില്ല, ഫോട്ടോഷൂട്ട് എടുക്കാൻ പാടില്ല എന്നുള്ള നിയമങ്ങളൊന്നുമില്ല. തീർച്ചയായിട്ടും അവരും ഈ സമൂഹത്തിലുള്ള ഒരാൾ തന്നെയാണ്, അവരും ഒരു വ്യക്തി തന്നെയാണ്. അവർക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള അവകാശമുണ്ട്, അവർക്ക് ഇത്തരത്തിൽ ജീവിക്കാനുള്ള അവകാശങ്ങളും ഉണ്ട്. അപ്പോ ഈ ഒരു സംഭവം വിവാദമായതോടെ സ്റ്റാർ മാജിക് ഷോ ഡയറക്ടറായ അനൂപ് ജോണും പ്രതികരിച്ചിരുന്നു. സുധിച്ചേട്ടന്റെ ഭാര്യയെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് ഇപ്പോൾ. അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കട്ടെ, ആരുടെയും ജീവിതത്തിലെ കരിയറിലോ കയറി ഇടപെടാൻ ആർക്കും അവകാശമില്ല. പലയിടത്തു നിന്നും രേണുവിന് ജോലി ശരിയാക്കി കൊടുത്തിരുന്നു, പക്ഷെ അവർ അതിന് ഫിറ്റ് അല്ലെന്ന് പറഞ്ഞ് സ്വയം പോരുകയായിരുന്നു. ഇതിനെല്ലാം ശേഷമാണ് അവർ ഈ ഫീൽഡിലേക്ക് വന്നത്. അപ്പൊ ആർക്കും അഭിപ്രായം പറയാം, പക്ഷെ ആരും അവരുടെ ജീവിതത്തിൽ കയറി ഇടപെടേണ്ടതില്ല എന്നാണ് അനൂപ് പറയുന്നത്. പിന്നെ ഒട്ടേറെ ബോഡി ഷെയ്മിങ്ങിനും ഇവർ വിധേയരാകുന്നുണ്ട്. നെഗറ്റീവ് കമന്റുകൾ തനിക്ക് വീണ്ടും ഉയർന്നു പറക്കാനുള്ള പ്രചോദനമാണെന്നും അതൊന്നും തന്നെ ഡൗൺ ആക്കില്ലെന്നും പറഞ്ഞ് രേണു ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ പറക്കുന്നുമുണ്ട് അല്ലെ. ഈ പ്രത്യേകിച്ച് ഇത്തരത്തിൽ വളഞ്ഞിട്ട് ഒരു സോഷ്യൽ മീഡിയ ആക്രമണമൊക്കെ വരുമ്പോൾ പല സ്ത്രീകളും തളർന്നു പോകും. പക്ഷെ രേണു അതിനൊക്കെ തക്കതായി മറുപടി കൊടുത്ത് സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അവർക്ക് ജീവിക്കണ്ടേ. അതെ. അപ്പൊ ഈ അവര് ചോദിക്കുന്നത് പോലെ ഈ വിമർശിക്കുന്നവര് പിന്നെ ചെലവിന് കൊടുക്കോ? എല്ലാവർക്കും വിമർശിക്കാൻ കഴിയും, പക്ഷെ നാളെ ഒരു സമയത്ത് എന്തെങ്കിലും ജീവിക്കാൻ ഒരു മാർഗവും ഇല്ലാതെ അവസാനം ജീവൻ എടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ കണ്ണീര് പൊഴിക്കാനായി ഒരുപാട് പേര്. ജുനൈദിന്റെ സംഭവം തന്നെ ഉദാഹരണമായിട്ട് എടുത്ത ജുനൈദ് ഈ ഒരു റീൽസ് താരമായിരുന്നു. റീൽ ചെയ്യുമ്പോൾ എന്തുമാത്രം ഒരു വിമർശനവും അല്ലെങ്കിൽ പരിഹാസവും അല്ലെ, ഒരുപാട് കളിയാക്കലും ഒക്കെയാണ് ജുനൈദ് നേരിട്ടത്. ജുനൈദിനെതിരെ പീഡന ആരോപണം ഉണ്ടായിരുന്നു. പീഡന ആരോപണം വന്നതിന് ശേഷം അത് മൂർച്ഛിച്ചു. അത് ആ ഒരു ആരോപണം ആക്ഷേപങ്ങളും ഒക്കെ മൂർച്ഛിച്ചു. തൊട്ട് പിന്നാലെ അദ്ദേഹം മരിച്ചപ്പോ കണ്ണീര് പൊഴിച്ചുകൊണ്ട് ഒരുപാട് പേര് വന്നു, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, ദുആ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. എല്ലാരും പ്രാർത്ഥിച്ചു, പക്ഷെ ഇതിന് മാപ്പ് പറഞ്ഞവരും ഉണ്ട്. അതെ, ജീവിച്ചിരിക്കുമ്പോൾ തള്ളി പറയുകയും മരിക്കുമ്പോൾ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ് നമ്മുടേതെന്ന് പറഞ്ഞപ്പോ രേണു എന്ന് പറയുന്ന ഒരു സ്ത്രീക്കും അവർ വിധവയാണ് എന്ന് പറഞ്ഞത് കൊണ്ട് അവർക്ക് ജീവിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ ഇത്തരത്തിലൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ ആർക്കും അധികാരമില്ല.
അവർക്ക് 2 മക്കളുണ്ട്, അവർക്കും ജീവിക്കേണ്ട അധികാരമുണ്ട്. എല്ലാവരെ പോലെ തന്നെയാണ് അവരും ജീവിക്കുന്നത്. അവർ പല ഫോട്ടോഷൂട്ടുകളും ഇനിയും നടത്തും. ഈ വിവാദങ്ങളൊന്നും അവരെ തളർത്തില്ല. തീർച്ചയായിട്ടും അവർക്ക് ഇതൊരു പ്രചോദനം തന്നെയാണ്. കാരണം അവർ വീണ്ടും വീണ്ടും എല്ലാവരും സംസാരിക്കപ്പെടുകയാണ്. തീർച്ചയായിട്ടും അവരെ തേടി പല ഫോട്ടോഷൂട്ടുകളും വരും, പല ആഡ് ഷൂട്ടുകളും വരും. അത് കാരണം അവർ വീണ്ടും ഫേമസ് ആവുകയാണ് ചെയ്യുന്നത്. അവര് ജീവിക്കട്ടെ, അവര് ഒന്നുമില്ലെങ്കിലും ഒരു ജോലി എടുത്ത് അവര് ജീവിക്കുന്നില്ലേ. അപ്പോ ഇത്രയും വിമർശിക്കാൻ വേണ്ടി മാത്രം, അല്ലെങ്കിൽ ഇത്രയും ആക്ഷേപിക്കാൻ വേണ്ടി മാത്രം, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാരും കണക്കാണ്. കാരണം കല്ലെറിയേണ്ട ഒരു കയ്യിൽ കല്ലും എടുത്ത് വെച്ച് എറിഞ്ഞുകൊണ്ടേയിരിക്കും, പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ സമൂഹം അങ്ങനെ ആയിപ്പോയി. അപ്പോ വിമർശിക്കുന്നവർ വിമർശിച്ചോളൂ. ഫിനിക്സ് പക്ഷിയെ പോലെ പറക്കാനുള്ളവർ പറന്നുകൊണ്ടിരിക്കും. ജീവിക്കട്ടെ മനുഷ്യർ ഈ ഭൂമിയിൽ. ഒരു ജന്മമല്ലേ, ഒരു ജീവിതമല്ലേ ഉള്ളൂ. എല്ലാവരും ജീവിക്കട്ടെ, ജീവിക്കാൻ അനുവദിക്കുക.